നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മോര്, തൈര്, അതേപോലെ തന്നെ യോഗട്ട്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ ഏതൊക്കെ രോഗാവസ്ഥകളിൽ നമ്മൾ ഇതിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതുപോലെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് പറയാൻ പോകുന്നത് തൈരിനെ കുറിച്ചാണ്. അപ്പൊ തൈര് എന്ന് പറയുന്നത് നമ്മൾ പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന പ്രൊഡക്റ്റിനെയാണ് തൈര് എന്ന് പറയുന്നത്. തൈര് പ്രിപ്പയർ ചെയ്യുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാം. എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. തൈരിന് വേണ്ടി ആവശ്യമാകുന്നത് ഒരു പാല് തന്നെയാണ്. നമ്മൾ പാലെടുക്കുന്നു, 2 ഗ്ലാസ് പാലെടുത്ത് ചൂടാക്കി അതേപോലെ തന്നെ അതിനെ തണുപ്പിച്ച് ഒരു 30 to 40 ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര്, 2 തുള്ളി ചെറുനാരങ്ങ നീരായാലും മതി, അല്ലെങ്കിൽ 2 തുള്ളി വിനീഗർ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തൈര് അവൈലബിൾ ആണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതിലുള്ള ബാക്ടീരിയ, ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ അത് ഉണ്ടായി ആ പാലിനെ അത് പുളിപ്പിച്ച് എന്താക്കി മാറ്റുന്നു, തൈരാക്കി മാറ്റുന്നു. ഇങ്ങനെയാണ് നമ്മൾ തൈര് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ എന്താണ്, നമ്മൾ മലയാളത്തിൽ പറയുന്നത് ഒറ ഒഴിച്ചിട്ടാണ് നമുക്ക് തൈര് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് എന്ന് പറയാം. അപ്പോ ഇതില് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിൽ പലതരത്തിലുള്ള ബാക്ടീരിയാസ്, അതായത് ഹെൽത്തി ബാക്ടീരിയാസും നോൺ ഹെൽത്തി ബാക്ടീരിയാസും നമ്മുടെ ഈ തൈരിൽ ഉണ്ടാകും. അപ്പോ ഹെൽത്തി ബാക്ടീരിയാസ് എന്തുകൊണ്ട് വയറിന് ഗുണം ചെയ്യുന്നവയാണ്. പക്ഷെ നോൺ ഹെൽത്തി, അതായത് അത്ര ഹെൽത്തി അല്ലാത്ത ബാക്ടീരിയാസുകളും ഇതിലുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഗുണം ഇല്ലാത്ത ബാക്ടീരിയാസുകളും ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തിന് അത്ര ഗുണം ചെയ്യില്ല. അപ്പൊ ഇതിന് ദോഷവശങ്ങളും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. നമ്മുടെ കുടലിലെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ ത്വരിതപ്പെടുത്താനായിട്ട് തൈര് നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ ഡൈജഷൻ കറക്റ്റ് ചെയ്യാനായിട്ട്, ഈ പ്രോപ്പർ ആയിട്ടുള്ള ഡൈജഷൻ ഒക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. സ്കിന്നിന് വളരെ നല്ലതാണ്, ഹെയറിന് വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ്. അതുപോലെ അസിഡിറ്റി, ഇനി നമ്മൾ അതിലേക്ക് ഒരു ദോഷവശം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് ചില ആളുകൾക്ക് കഴിക്കുമ്പോൾ ഇത് അസിഡിറ്റി ഉണ്ടാക്കാറുണ്ട്. മനസ്സിലായോ? അതായത് നമ്മുടെ ഡൈജഷന് ശേഷം നമുക്ക് ഈ തൈര് ഒരിക്കലും തണവല്ല അനുഭവപ്പെടുന്നത്. ഡൈജഷന് ശേഷം ഇത് ചൂടാണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ എന്തെങ്കിലും ചില ഇഷ്യൂസുകൾ ഉള്ള ആളുകളോട് നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് പറയാറുണ്ട്, നിങ്ങൾ തൈര് കഴിക്കരുത്. പക്ഷെ ഇത് സ്കിന്നിന് വളരെ നല്ലതുമാണ്, ചില സമയങ്ങളിൽ മോശം അവസ്ഥകളും വരുത്തുന്നതാണ് കേട്ടോ. അപ്പൊ തൈര് അതുകൊണ്ടാണ് നമ്മൾ ചില സ്കിൻ ഇഷ്യൂസ്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സോറിയാസിസ്, എക്സീമ, ഡെർമറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷനിൽ നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് പറയാറുണ്ട് തൈര് കഴിക്കരുത് എന്നുള്ളത്. അതുപോലെ തന്നെ അസിഡിറ്റി ഇഷ്യൂസുകൾ ഉള്ള ആളുകളിലും തൈര് കഴിക്കാനായിട്ട് പാടില്ല. ഓക്കെ, കാരണം എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വയറ്റിനകത്ത് നമുക്ക് ഒരുപാട് ദഹനരസങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്? ഗ്യാസ്ട്രിക് ജ്യൂസ് പുറപ്പെടുവിക്കുന്നുണ്ട്, അതുപോലെ പാൻക്രിയാറ്റിക് ജ്യൂസ് ഒക്കെ പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഈ തൈരിനകത്ത് മിക്കവാറും ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസിനെ ഏത് നശിപ്പിക്കും? ഈ ദഹനരസം നശിപ്പിക്കും. ഓക്കെ, അപ്പൊ നശിപ്പിക്കുന്നതിന്റെ ഫലമായിട്ട് തൈര് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ കാര്യം ഉണ്ടാവില്ല. കാരണം അതിലെ ബാക്ടീരിയാസ് ഒക്കെ നശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ അസിഡിറ്റി പ്രശ്നങ്ങളൊന്നും വിട്ടുമാറാതെ ഇരിക്കാനായിട്ട് കാരണം. അത് തൈര് മാത്രമല്ല, ചില സമയത്ത് മോര്, തൈര്, അതുപോലെ ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് ആ ഒരു ദഹനത്തിന്റെ പ്രവർത്തനം, കമ്പാരിറ്റീവ്ലി തൈര് കുറച്ചും കൂടിയും പ്രശ്നക്കാരനാണ് മോരിനെ അപേക്ഷിച്ച്. പക്ഷെ തൈരും മോരും ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ. അവിടെയാണ് നമുക്ക് എന്തിന്റെ ഉപയോഗം, യോഗട്ട് എന്ന് പറയുന്ന ഉൽപ്പന്നത്തിന്റെ, പാലുൽപ്പന്നം തന്നെയാണ്, ഡയറി പ്രൊഡക്റ്റ് ആണ്, അതിന്റെ ഒരു മേന്മ വരുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പറയാം. പാല് പുളിപ്പിച്ച് തന്നെയാണ് യോഗട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ തൈരല്ല യോഗട്ട്. പലരും തെറ്റിദ്ധരിക്കാറുണ്ട് തൈര് തന്നെയാണ് യോഗട്ട്. അല്ല, പക്ഷെ യോഗട്ടില് 2 തരം ബാക്ടീരിയാസുകൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മനസ്സിലായി? ഇത് നമ്മൾ എന്താണ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ആർട്ടിഫിഷ്യലി നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ബാക്ടീരിയാസുകളാണ് ഇതിൽ പൂർണ്ണമായിട്ട് കാണുന്നത്. ലാക്ടോബാസില്ലസ് ബൾഗേറിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയും അതുപോലെ തന്നെ സ്ട്രെപ്റ്റോകോക്കസ് തെർമോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയുമാണ് ഇത് രണ്ടുമാണ് ഈ യോഗട്ടിൽ കാണുന്നത്. പക്ഷെ ഈ 2 ബാക്ടീരിയാസും ഹെൽത്തി ബാക്ടീരിയാസ് ആണ്. ഇതിൽ നോൺ ഹെൽത്തി ബാക്ടീരിയാസ് ഇല്ല. പക്ഷെ നേരെ മറിച്ച് തൈര് വരുന്ന സമയത്ത് അവിടെ നോൺ ഹെൽത്തി ബാക്ടീരിയാസ് ഉണ്ട്. പക്ഷെ യോഗട്ടില് നോൺ ഹെൽത്തി ബാക്ടീരിയാസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. ഓക്കെ, അപ്പൊ പാലിനെ പുളിപ്പിച്ച് അധികം പുളിയില്ലാത്ത എന്നാൽ നല്ല കട്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് യോഗട്ട്. ഓക്കെ, യോഗട്ട് ഒരുപാട് എസൻസ്, പലതരം എസൻസുകളിൽ ചേർത്ത് ഇറക്കാറുണ്ട്, പല കമ്പനിക്കാർ ഇറക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതില് നമ്മള് ദഹനരസങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിഡിറ്റി ഉള്ളവർക്കും ഉപയോഗിക്കാം. കാര്യം എന്തുകൊണ്ടാണ്, ഈ ദഹനരസങ്ങൾ തട്ടിയാലും ഈ ബാക്ടീരിയാസ് നശിച്ചു പോവില്ല. അതുകൊണ്ട് തന്നെ
ആമാശയത്തിനകത്തെ ദഹനത്തിനെ നല്ല രീതിയിൽ കൂട്ടാനായിട്ട്, നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ അതേപോലെ അത് കുടലിലെത്തി നന്നായി കുടലിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ നമുക്കറിയാം ചില ആളുകളിലെ കുറച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറ് ബ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുന്നതൊക്കെ കാണാറുണ്ട് അല്ലെ. അപ്പൊ അത്തരം അവസ്ഥകളിലൊക്കെ ഈ ഒരു യോഗട്ട് നല്ല രീതിയിൽ നമ്മുടെ വയറ് ബ്ലോട്ടിംഗ് ഒക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അപ്പൊ അത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ അൾസർ കണ്ടീഷൻസിൽ ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ വയറ്റിൽ അൾസർ വരാം, അതുപോലെ മൗത്ത് അൾസർ വരാം. അങ്ങനെ അൾസറേറ്റീവ് കണ്ടീഷൻസ് ഉള്ള ആളുകളിൽ നമുക്ക് ഇങ്ങനത്തെ ഉപയോഗിക്കാം. അതുപോലെ ഇൻഡസ്റ്റൈനിലും അൾസർ വരാം, എല്ലായിടത്തും അൾസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം അവസ്ഥകളിൽ നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല പാലുൽപ്പന്നമാണ് യോഗട്ട് കേട്ടോ, അത് ഉപയോഗിക്കാം. അതുപോലെ മസിൽ ടോൺ വർദ്ധിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ഇമ്മ്യൂണിറ്റി, നമുക്ക് ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ, അത് വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. BP കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഗുഡ് കൊളസ്ട്രോൾ ഏറ്റവും നല്ല രീതിയിലുള്ള ഒന്നാണ് യോഗട്ട്. അപ്പൊ അതുകൊണ്ട് HDL ആണല്ലേ ഗുഡ് കൊളസ്ട്രോൾ, അത് കൂട്ടും. അതുപോലത്തെ IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലത്തെ ഇഷ്യൂസുകളൊക്കെ മാറ്റാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ സ്കിന്നിന്റെ ഇമ്മ്യൂണിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ സ്കിൻ നല്ല രീതിയിൽ തൈര് പോലെ തന്നെ തൈരിന് ചില സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ യോഗട്ടിൽ വരുന്ന സമയത്ത് അത്തരം ബുദ്ധിമുട്ടുകൾ വരില്ല. സ്കിന്നിന്റെ നല്ല ഹെൽത്തിന് ഏറ്റവും നല്ല ഒന്നാണ് യോഗട്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പോളിപ്പ്, കുടലിലെ ക്യാൻസർ, അത്തരം അവസ്ഥകളിലൊക്കെ ഉപയോഗിക്കാം. ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാലിനോട് അലർജി ഉള്ള ഒരു അവസ്ഥയാണ് ലാക്ടോസ് ഇൻടോളറൻസ്. അപ്പൊ അത്തരം അവസ്ഥകളുള്ള ആളുകൾക്ക് യോഗട്ട് കഴിക്കാം, മറ്റു പാലുൽപ്പന്നങ്ങൾ കഴിക്കാനായിട്ട് പാടില്ല. യോഗട്ട് കഴിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ. പിന്നെ യോഗട്ടിൽ എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളത്? കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ B12, അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ് ടു നമ്മുടെ തൈരിനെ അപേക്ഷിച്ച് വൈറ്റമിൻ C വളരെ കുറവാണ് യോഗട്ടിൽ, കാരണം അതിന് പുളി കുറവാണ്. പക്ഷെ തൈരിൽ ഒരുപാട് വൈറ്റമിൻ C അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് കേട്ടോ. പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഗ്രീൻ യോഗട്ട്. അപ്പൊ ഗ്രീൻ യോഗട്ട് എന്ന് പറയുന്നതിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ ആയിട്ട് ആവശ്യം, ഇപ്പൊ ജിമ്മിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഗ്രീൻ യോഗട്ട് യൂസ് ചെയ്യാം. അതില് ഒരു ബൗള് തൈരില് നമുക്കൊരു 3 to 4 ഗ്രാം പ്രോട്ടീൻ ആണെങ്കിൽ നമുക്ക് ഗ്രീൻ യോഗട്ടിൽ ഉണ്ടാവുന്നത് ഒരു 10 ഗ്രാം ഓഫ് പ്രോട്ടീൻ ആണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. മസിൽ ബൂസ്റ്റിങ്ങിനും അതുപോലത്തെ മസിൽ ടോൺ ഇൻക്രീസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഗ്രീൻ യോഗട്ട് തന്നെ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ചില ആളുകൾ ഇത് ഒഴിവാക്കേണ്ടതുണ്ട്. യോഗട്ട് ഒഴിവാക്കാനുള്ളവർ ആരൊക്കെയാന്ന് വെച്ചാല് നമുക്ക് കൊളസ്ട്രോൾ ഇഷ്യൂസ് ഉള്ള ആളുകൾ, ദഹന പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അതുപോലെ അലർജി, ഇപ്പൊ പലതരത്തിലുള്ള അലർജീസ് ഉണ്ടാവും അല്ലെ, റൈനൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ, സൈനസൈറ്റീസ് പോലത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഒഴിവാക്കണം. ഇത് മാത്രമല്ല എല്ലാത്തരം മിൽക്ക് പ്രൊഡക്ട്സും ഒഴിവാക്കുന്നതാണ് അത്തരക്കാർക്ക് നല്ലത്. കഫജമായ പ്രശ്നങ്ങൾ, ആയുർവേദ ഭാഷയിൽ പറയുകയാണെങ്കിൽ കഫജമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷീര പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ മിൽക്ക് പ്രൊഡക്ട്സ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇനി നമുക്ക് മോരിലേക്ക് കടക്കാം. മോര് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് പറയാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ തൈര് നമ്മൾ മിക്സിയിൽ നന്നായി അടിക്കണം. അപ്പൊ എപ്പോഴും നമ്മൾ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ്, തൈരിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് അതങ്ങ് കാച്ചും. അത് ഗുണത്തിനേറെ ദോഷമാണ് ചെയ്യുക. അപ്പൊ ഒരിക്കലും നമ്മൾ അതല്ല മോര്. തൈരിനകത്തെ വെണ്ണ മാറ്റിയാലാണ് നമുക്ക് ആ ബാക്കി വരുന്ന ഫ്ലൂയിഡിൽ നമുക്ക് വെള്ളം ഒഴിച്ച് പിന്നെ നമുക്ക് അതില് ചെറുള്ളി, അതേപോലെ തന്നെ വെളുത്തുള്ളി, അതേപോലെ തന്നെ പച്ചമുളക് ഒക്കെ ഇട്ട് കാച്ചുന്ന, കറിവേപ്പിലൊക്കെ ഇട്ട് കാച്ചുന്നതാണ് മോര്. അപ്പൊ തെറ്റിദ്ധരിച്ച് ഇങ്ങനെ ചെയ്തത് അത് ഗുണത്തിലേറെ കൂടുതൽ ദോഷം ചെയ്യും, വിരുദ്ധ ആഹാരം കൂടി ആകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കാം. മോരുണ്ടാക്കേണ്ടത് വെണ്ണ മാറ്റിയതിന് ശേഷം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇത് പ്രായമായവരിലും ചെറിയ കുട്ടികളിലൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. വളരെ നല്ലൊരു ഡൈജഷനൊക്കെ ഇൻകറക്റ്റ് ആയവർക്ക് കൃത്യമായിട്ടുള്ള ഡൈജഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് കേട്ടോ. പെട്ടെന്ന് ദഹിപ്പിക്കും എന്നുള്ളതാണ് കേട്ടോ. ശരീരത്തിലെ ദഹനശക്തി കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ അതുപോലെ വണ്ണമുള്ളവർക്ക്, ഇപ്പൊ തടിയൊക്കെ നല്ല രീതിയിൽ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് തൈരിനേക്കാളും നല്ലത് മോര് തന്നെയാണ്. മോര് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യോഗട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഒരു കപ്പ് തൈരിന്റെ എനർജി വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 100 കലോറി, 98 to 100 കലോറിയാണ്. പക്ഷെ ഒരു കപ്പ് മോരില് നമുക്കുള്ളത് ഒരു ഏകദേശം 40 കലോറിയാണ് കേട്ടോ. ഇനി യോഗട്ട് എങ്ങനെ കഴിക്കേണ്ട രീതി, നമ്മൾ മോര് ഇതുവരെ പറഞ്ഞു.
ഒരു കപ്പ് മോരിലാണ് 40 കലോറി ഉള്ളത് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ പറയുമ്പോൾ മോരിന്റെ ഗുണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് യോഗട്ട്, നമ്മൾ യോഗട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് ബെനിഫിറ്റ്സ് പറഞ്ഞു അല്ലെ. അത്രയും നല്ല ഒരു ഇതാണ് യോഗട്ട് എന്ന് പറയുന്നത്. ഇത് പല സ്ഥലത്തും അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് പലതരം ഇപ്പോ ഷോപ്പുകളിൽ അതേപോലെ തന്നെ നമുക്ക് മാർട്ടുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ യോഗട്ട് പല പല എസൻസിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് മേടിച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ യോഗട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ട രീതി എന്നും കൂടിയും പറയാം. അപ്പൊ ഇത് നമുക്ക് ഫ്രൂട്ട്സിൽ നമുക്ക് യോഗട്ട് കുറച്ച് ആഡ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം, നല്ലതാണ്. അതുപോലെ നട്ട്സിന്റെ കൂടെ കഴിക്കാം. അതുപോലെ ചില സീഡ്സിന്റെ കൂടെ, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, അതിന്റെയൊക്കെ കൂടെ നമുക്ക് യോഗട്ടും കൂടി ആഡ് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ ആ പ്രോപ്പർ ഫോമിൽ തന്നെ നമുക്കത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണമെങ്കിൽ 1 ടീസ്പൂൺ കഴിക്കുന്നത് ദഹനശക്തിയൊക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യിക്കാനും കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് മാറ്റാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പൊ പ്രായമായവർക്കൊക്കെ അങ്ങനെ കഴിക്കാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ യോഗട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്താ പറയാ ഈ ഒരു കാര്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. തൈര്, മോര്, അതേപോലെ യോഗട്ട്, മൂന്നും നല്ലത് തന്നെയാണ്. പക്ഷെ മൂന്നിന്റെയും ബുദ്ധിമുട്ടുകൾ, ദോഷവശങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഉപയോഗിക്കേണ്ട രീതി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. തൈരും മോരും യോഗട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്ര നേരം കേട്ടിരുന്നതിന്. എനിവേ, നമ്മൾ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.